കുറേ ദിവസമായിട്ട് ഇങ്ങ് മഴയും കാറ്റും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഹെഡ്ജസ് ഒന്നും വെട്ടാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് ഹെഡ്ജ് വെട്ടാനായിട്ട് എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്ക് ഇത് ഭയങ്കര ടൈറ്റായിട്ട് തുരുമ്പൊക്കെ അടിച്ചിരിക്കുവാണ്. അപ്പോൾ അതേ നമുക്ക് കുറച്ച് സ്പ്രേ അടിച്ചു കൊടുക്കാം. ഇത് മാജിക് സ്പ്രേ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് അറിയാത്തവരാരും കാണത്തില്ല. യൂറോപ്പിലും അല്ലെങ്കിൽ അമേരിക്കയിലും ഒക്കെ ഉള്ള എല്ലാ ആളുകളുടെയും വീട്ടിൽ ഈ സ്പ്രേ കാണും. വാട്ടർ ഡിസ്പ്ലേസ്മെന്റ് ഫോർമുല, ഈ WD-40 ഒരു ഫുൾ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ടുപിടിച്ച ആൾ അയാളുടെ 40ാമത്തെ അറ്റംപ്റ്റിലാണ് ഈ ഒരു ഫോർമുല കണ്ടുപിടിച്ചത്. റോക്കറ്റുകളും മിസൈലുകളും ഒക്കെ തുരുമ്പ് വരാതിരിക്കാൻ വേണ്ടി കണ്ടുപിടിച്ചൊരു ഫോർമുലയാണ്. പിന്നീട് അവിടുത്തെ തൊഴിലാളികൾ തന്നെ ഈ സാധനം അടിച്ച് ക്യാനിലാക്കി കൊണ്ടുപോയതിന് ശേഷമാണ് ഇതിൻ്റെ ഡിഫറെൻറ്റ് യൂസേജ് ഉണ്ടെന്ന് പലർക്കും മനസ്സിലാക്കാൻ തുടങ്ങിയത്. തുരുമ്പ് കളയാനും അല്ലെന്നുണ്ടെങ്കിൽ ഈ ഹിഞ്ചസ് ഡോർസ് ഒക്കെ നല്ല ടൈറ്റ് ആയി കഴിയുമ്പോൾ ഈ ക്രീപ്പി നോയ്സ് ഒക്കെ വരുമല്ലോ. അപ്പോൾ അത് അടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലൈറ്റായി കിട്ടും. ഇത് കണ്ടോ, ഇതിപ്പോൾ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് കണ്ടോ എന്ത് ഫാസ്റ്റായിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്നുണ്ടോ. വാട്ടർ ഡിസ്പ്ലേസ്മെൻറ്റ് സ്പ്രേ ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പം ഈ വിൻഡോസിലൊക്കെ അടിച്ച് കഴിഞ്ഞാൽ ഈ ഫോഗ് അടിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇപ്പം ചൂയിങ് ഒക്കെ ഷൂസിലുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്റ്റിക്കേഴ്സൊക്കെ ഇപ്പം നമ്മളിപ്പം ഈ കുപ്പികളിൽ നിന്നൊക്കെ നമ്മളിങ്ങനെ സ്റ്റിക്കേഴ്സൊക്കെ ഊരി എടുക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുമല്ലോ, ഗംപോലെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുമല്ലോ കുറച്ചൊക്കെ. അതും ഈ സ്പ്രേ ഉപയോഗിച്ചിട്ട് നമ്മൾ വൈപ്പ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് അതെല്ലാം പോകും. അങ്ങനെ നിരവധി ഉപയോഗം ഉണ്ട് കേട്ടോ ഈ സ്പ്രേക്ക്. ഈ ടാപ്പുകളൊക്കെ ആണെങ്കിൽ കുറച്ച് ഷൈൻ ചെയ്യിപ്പിച്ചെടുക്കാൻ പറ്റും. ഈ നമ്മുടെ കാൽസ്യം ഒക്കെ ഡിപ്പോസിറ്റ് ആയി കുറച്ച് വെള്ള കളറൊക്കെ സ്പോട്ടൊക്കെ ആയിട്ട് വരത്തില്ലേ, അപ്പോൾ അടിച്ചു കഴിഞ്ഞാൽ നല്ല തിളക്കമൊക്കെ കിട്ടും.